ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നാളെ ഇന്ത്യ-പാക് സൂപ്പർ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30 ദുബായിൽ. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ന്യൂസിലൻഡിനോട് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എത്രത്തോളം ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്? സ്വാതി, ഏറെ ആവേശത്തോടെയാണ് ഇന്ത്യൻ ആരാധകർ നാളത്തെ ഒരു മത്സരത്തെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വൈകാരിക തലമൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു ICC ടൂർണമെൻറ്റുകളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ സവിശേഷമായ ഒരുപാട് മത്സരങ്ങൾക്ക് ഇന്ത്യ പാക് വേദിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ആവേശത്തിലാണുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യ നിലവിൽ ഇപ്പോൾ മിന്നും ഫോമിൽ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അത്ര മനോഹരമായ പ്രകടനമാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരെല്ലാം തന്നെ ഫോം കണ്ടെത്തിയതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ് പോയിന്റാണ്. മാത്രമല്ല സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഷമി തിരിച്ചുവരവിൽ 5 വിക്കറ്റ് നേടിയതൊക്കെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദം പകരുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ നില തന്നെയാണ് ഇന്ത്യയുള്ളത്. പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാന് ത്രിരാഷ്ട്ര പരമ്പര നഷ്ടമായി. അതിനോടൊപ്പം തന്നെ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതും അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ചില താരങ്ങൾക്ക് പരിക്കേറ്റതൊക്കെ അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം, ഇന്ത്യക്കെതിരെ ഒരു വിജയം നേടി സെമി സാധ്യതകൾ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം വെക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഒരു മത്സരത്തോടെ വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതാകുന്നതിനുള്ള സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങളായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ കാണുന്ന, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിലും ഓൺലൈനിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മത്സരങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2017 അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് കിരീടം ചൂടുന്നത്. 2017 നടന്ന മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ കിരീടം ചൂടുന്നത്. അന്ന് ഏറ്റവും മുറിവിന് ഒരു മധുര പ്രതികാരം ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിലുള്ളൊരു നീക്കവും ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവും. എന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മത്സരമാണ് ദുബായിൽ വെച്ച് നാളെ നടക്കുന്ന ഈ മത്സരം. ഇന്ത്യൻ ആരാധകർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു മത്സരം തന്നെയാണ് ഇത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിൽ T20 ലോകകപ്പിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന പ്രകടനങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ വിരാട് കോഹ്ലിയുടെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സ്, അത്തരത്തിലുള്ള ചില മാസ്മരികമായ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് മുമ്പുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് എപ്പോഴും ഇന്ത്യൻ ആരാധകർക്കുമുള്ളത്. ഏകപക്ഷീയമായൊരു മത്സരം അല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അവസാന ഓവറുകൾ വരെ ആവേശം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ മത്സരം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സ്വാതി, ശരി, അതുതന്നെയാണ്. ആ ഒരു ആവേശ മത്സരം കാണാൻ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്.